പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. എന്നെ ആർക്കും വേണ്ടല്ലോ. ഞാൻ എവിടെയും പോണില്ല. ഇവിടെ തന്നെ ഇരുന്നോളാം. അനങ്ങാതെയും തിരിയാതെയും ഒരസ്ഥി കൂടം പോലെ. എത്ര നേരമായി എബി നിന്നെ ഞാൻ വിളിക്കണു. നിന്റെ മത്തക്കണ രണ്ടിപ്പോൾ പുറത്താടില്ലോ. ഇതില് പോയി ചേട്ടനെ വിളിച്ചോണ്ട് പോവാ, ഭക്ഷണം കഴിക്കും. എത്ര പറഞ്ഞാലും ക്രിസ്റ്റി, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഫോണിൽ കൂടെയുള്ള ഡൗട്ട് ക്ലിയറിംഗ് ഒന്നും വേണ്ടെന്ന്. അത് ഈ ലേറ്റ് നൈറ്റിൽ പറയ്, എന്താ നിന്റെ സംശയം? ഡെസ്റ്റിനിയോ? അതിലെന്താ വിശ്വസിക്കാൻ? നമ്മുടെ ജീവിതത്തില് പലപ്പോഴും വിചാരിക്കാത്ത കാര്യങ്ങളല്ലേ കൂടുതൽ സംഭവിക്കാറ്. അതിപ്പോ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നമ്മൾ സ്വീകരിച്ചല്ലേ പറ്റുള്ളൂ. നീ എന്താ പറഞ്ഞു വരുന്നത്? അല്ല, സാറിന്റെ ജീവിതത്തില് ഇപ്പോ വിചാരിക്കാത്തൊരു കാര്യം സംഭവിച്ചാ അത് സ്വീകരിക്കാനുള്ള ധൈര്യമുണ്ടോ? ഇതിനുള്ള മറുപടി നിനക്ക് ഞാൻ നാളെ തരാം. ഡെസ്റ്റിനി എന്താ ഇവിടെ? അമ്മ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നു, വാ. ഓക്കെ. എന്താടാ നിന്റെ മുഖത്തൊരു വാട്ടം? ഒന്നുമില്ല. കാര്യം പറയുന്നേ. സ്കൂളിൽ ആർട്ട് ക്ലബിൽ നിന്ന് ടൂർ പോകുന്നുണ്ട്. 500 രൂപ. അമ്മോട് ചോദിച്ചപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞേ. അതിൻ്റെ എക്സാം ഒക്കെ കഴിഞ്ഞോ? നാളെ ലാസ്റ്റ് എക്സാം. നീ ഇപ്പോൾ ടൂറൊന്നും പോകണ്ട. നിന്റെ പ്രായത്തിൽ ഞാൻ ടൂർ പോയിട്ടാ എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ തന്നെയാണോ? അങ്ങനെയല്ല, നിനക്ക് അതിനുള്ള പ്രായമായില്ല. പ്രായമാകുമ്പോൾ ചേട്ടൻ പറയാം. ഈ നശിച്ച വീട്ടിൽ ജനിക്കണ്ടായിരുന്നു. അതാണ് മോനെ ഡെസ്റ്റിനി. പിന്നെ പാതിരാത്രി ഓരോ പെണ്ണുങ്ങളെ വിളിച്ചിട്ട് ഡെസ്റ്റിനി പോലും. ഡെസ്റ്റിനി ഇന്നലെ നീ പറഞ്ഞ സാധനം. ദേഷ്യം വന്ന ഓരോന്ന് തട്ടിത്തെറിപ്പിക്കുന്ന സ്വഭാവം നിനക്ക് പണ്ടേ ഉണ്ടല്ലോ. ഇപ്പം ഇത്തിരി കുറഞ്ഞു എന്ന് പറ. പണ്ടൊന്നും അല്ലായിരുന്നു. അതിന് ചേട്ടന്റെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടിക്കാണല്ലോ. പുള്ളി അങ്ങനെ തല്ലൊന്നുമില്ല, പക്ഷെ പുള്ളിയുടെ ഒരു നോട്ടമുണ്ട്. അത് കാണുമ്പോഴാ പേടിയാണ്. എന്റെ വീട്ടിലുണ്ട് ഒരാള്, പുള്ളിക്ക് എന്നെ പേടി. ഹായ്, ഇതെവിടുന്നാ? എട്ടത്തി സ്പെഷ്യൽ. ക്രിസ്റ്റീച്ചോടെ സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞോളൂ. അത് നേരിട്ട് പറഞ്ഞാൽ മതി. അല്ല, നീ എനിക്ക് ഗിഫ്റ്റ് ഒന്നും തരണില്ലേ? ഗിഫ്റ്റ് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ. അയ്യടാ, ആദ്യം നീ എന്നെ കെട്ട്, എന്നിട്ട് മതി ഉമ്മ. അതെന്തീ? ഞങ്ങളുടെ ബൈബിൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ രാമായണത്തിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആണോ? അന്ന് കാണാം. ഞാനത് മെൽവിനെ ഹാൻഡ് ഓവർ ചെയ്തിരുന്നു. ഹലോ, തനിക്ക് സ്ഥിരം പരിപാടിയാണ്. പലവട്ടം ഞാൻ തന്നെ വാങ്ങി ചെയ്തിട്ടുള്ളതാ. ഒരു മിനിറ്റ്. ഹലോ ഹലോ
ചരു ഞാൻ കാലുണ്ട്. ആരായിരുന്നു ഫോണിൽ? അത് ടീം ലീഡാ, അപ്ഡേറ്റ് ചോദിച്ചതാ. അവനെന്താ ചൂടാവുന്നത്? അതൊന്നുമില്ല, പുള്ളിക്ക് എൻ്റെ മേലൊരു നോട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ കമ്മിറ്റഡ് ആണെന്ന് അറിഞ്ഞത്, അതിൻ്റെ ചുരുക്ക. ഇനി വിളിക്കുമ്പോൾ ഞാൻ സംസാരിക്കാം. ഏയ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. നീ ഓക്കെ അല്ലേ? പിന്നെ നമ്മളെങ്ങോട്ടാ പോകുന്നതെന്ന് നീ ഇതുവരെ ചോദിച്ചില്ലല്ലോ. എങ്ങോട്ടായാലും എന്താ, നിന്റെ കൂടെ അല്ലേ? നീ ഡാഷ് എന്ന് പറഞ്ഞേ തുറക്ക്. പൂമതിലുകൾ ഉയരുമീ കനവിലായി പാഴിലകളും തളിരിടും പോലെ ആ കനവിലെ പുഴയിലൊഴുകുമൊരു പോൽ ആലോലമായി നീങ്ങവേ കതിരുകൾ കേൾക്കും കാറ്റിന്റെ കിന്നരങ്ങൾ കഥകളായി മൂളും തേൻ വണ്ടുകൾ പുലരിയിൽ ചെന്താമരന്റെ പൊൻകരങ്ങൾ പുഴകളിൽ. ആരാനോല്ലേ? നീ ഉണ്ടാവും. ശരി, വേണ്ട ഇങ്ങോട്ട് തരാം. വേണ്ട, ഞാൻ എടുക്കാം. ഇങ്ങോട്ട് താ. വേണ്ട, ഇങ്ങോട്ട് താടി. ദേ എബി, ദേ ആള്. എബി, എനിക്ക് പേടിയാവുന്നു എബി. നിക്ക്. നമുക്ക് എത്ര പെട്ടെന്ന് പോവാം. CCTV ഉണ്ടാവോ? ഏയ്, ആൾക്കാരൊക്കെ അറിഞ്ഞു കാണോ? നീ ഒന്നും മിണ്ടാതിരിക്കേ. നമുക്ക് ആ ദിവസം മനസ്സിൽ തന്നെ മാറ്റോളെ. ആ ഹലോ. എടാ ഒന്നും പറയണ്ട, ഇന്നലെ ഷാരുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ അവളെ കൊണ്ട് പുറത്തു വന്നതാ. അതിൻ്റെ ഇടയ്ക്ക് എന്തു പറ്റി? നിന്റെ ചേട്ടൻ ഇന്നൊരു ആക്സിഡന്റ്
എബി. എബി, ആൾക്ക് ജീവനുണ്ടായിരുന്നു. ഇപ്പം ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ രണ്ടാളും പെടും. ഒന്ന് കണ്ണടച്ചാൽ നമുക്ക് രക്ഷപ്പെടാം. എബി, എന്തു പറ്റി? ചേട്ടൻ ഏ പറ. നമ്മളിന്നലെ വണ്ടി അടിച്ചത് എൻ്റെ ചേട്ടനായിരുന്നു. ഞാനാ കൊന്നത്. എൻ്റെ ചേട്ടൻ ആ ഇറങ്ങിയാ? ലാസ്റ്റ് പരീക്ഷയല്ലേ, ആ ബൈബിൾ എടുത്ത് അങ്ങോട്ട് വായിച്ചിട്ട് പോവും. പിന്നെ ബൈബിൾ വായിച്ചിട്ടല്ലേ എല്ലാവരും സ്കൂളിൽ പോണേ. പറയണ അങ്ങനെ കേട്ടാ മതി. ഈയിടെയായിട്ട് ചുണ്ടി പറച്ചിലും തർക്കത്തിലൊക്കെ കൂടുണ്ട്.